നമസ്കാരം. ഇനി കേവലം 10 നാൾ ഒരു വലിയ മാറ്റത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. ശൈലകമരെ ആരംഭിക്കുന്നു. സർക്കാരിൻ്റെ 100 ദിവസത്തെ പരിപാടിയുടെ ഇനിയുള്ളത് അവശേഷിക്കുന്ന 64 ദിവസമാണ്. വാസ്തവത്തിൽ ഒരു വലിയ ആശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയെക്കുറിച്ച് പല ആരോപണങ്ങളും ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ. തുറമുഖ വകുപ്പിനെ സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് ബോധ്യമാകുന്ന ചില കാര്യങ്ങളാണ് ആ 100 ദിവസത്തെ പരിപാടിയിൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്ക പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, അതിൽ 50% പുരോഗതി കൈവരിച്ചു. ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞ എത്രയാണ്? 0 ആണ്, ഒരു അനക്കവും ഇല്ലായിരുന്നു. ഇപ്പോൾ 50% പുരോഗതി കൈവരിച്ചു. ഓപ്പറേഷണൽ റെഡിനെസ് ബൈ ദി പോർട്ട് ഓപ്പറേറ്റർ AVPPL അവർ 100% ഭൗതിക പുരോഗതി കൈവരിച്ചു എന്നാണ്. അവർ റെഡിയാണ്, ഗേറ്റ് വേ ഓപ്പറേഷൻസ് തുടങ്ങാൻ അവർ റെഡിയാണ് എന്നുള്ള തരത്തിൽ അവരുടെ പങ്ക് 100% പൂർത്തിയായി. അത് സംബന്ധിച്ച് അവർ കൃത്യമായും ഇനി രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് പലരുടെയും. എക്സ്പോർട്ട് പ്രോസസ് ഇൻ ITUP AVPPL. ITUP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് യൂട്ടിലിറ്റി പ്ലാറ്റ്ഫോം. തുറമുഖം ഉപയോഗപ്പെടുത്താൻ പോകുന്ന ആളുകൾ, പലതരം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തരത്തിൽ ക്രമീകരണങ്ങളൊക്കെ നടപ്പാക്കി. എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രോസസ് ഫോർ കസ്റ്റമർ രജിസ്ട്രേഷൻ, ആരൊക്കെയാണോ കസ്റ്റമേഴ്സ് അവർക്കെല്ലാം രജിസ്റ്റർ ചെയ്യാം. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് പോർട്ട് എൻട്രി ത്രൂ ITUP ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് യൂട്ടിലിറ്റി പ്ലാറ്റ്ഫോം വഴി പോർട്ടിനകത്ത് പ്രവേശിക്കേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെസൽ ഓപ്പറേറ്റിംഗ് ഏജന്റ്, ഏതൊക്കെ കപ്പലുകളെ, ഇപ്പോൾ MSC മാത്രമല്ല, അല്ലാതുള്ള കപ്പലുകൾ വരുന്നുണ്ട്. സഫീൻ്റെ കപ്പലുകൾ വരുന്നുണ്ട്, എക്സ്പ്രസിൻ്റെ കപ്പലുകൾ വരുന്നുണ്ട്. അങ്ങനെ പല കപ്പലുകളും MSCയുടെ തന്നെ സബ് കോൺട്രാക്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പല കപ്പലുകളും വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഏജന്റുമാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം തുറമുഖത്ത് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം റെഡിയായി. CHA എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രോസസ് ഇൻ ITUP. CHA എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ്സ്. ഇവർ വഴിയാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. CHA എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊമേഴ്സ് മിനിസ്ട്രി കസ്റ്റംസ് വിഭാഗക്കാരുടെ അപ്രൂവലുള്ള ഏജൻസിയാണ് കസ്റ്റംസ് ഹൗസ് ഏജന്റ്. എക്സ്പോർട്ട് പ്രോസസ് റോൾസ് ഓഫ് CHA, ഇമ്പോർട്ട് പ്രോസസ് റോൾസ് ഓഫ് CHA, എന്തൊക്കെയാണ് അവരുടെ റോൾസ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതുവഴി അവർക്ക് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റും. ട്രക്ക് രജിസ്ട്രേഷൻ പ്രോസസ്, ഈ സ്കീമിൽ തന്നെ പുതിയ കണ്ടെയ്നർ ട്രക്കുകളും അതിൻ്റെ ഉടമസ്ഥർക്കും രജിസ്റ്റർ ചെയ്യാം. എക്സ്പോർട്ട് പ്രോസസ് റൂൾസ് ഓഫ് COA കണ്ടെയ്നർ ഓപ്പറേറ്റിംഗ് ഏജന്റ്. ഷിപ്പിംഗ് ഏജന്റ് പോലെ CHA പോലെ വേറൊരു ഏജൻസിയാണ് കണ്ടെയ്നർ ഓപ്പറേറ്റിംഗ് ഏജന്റ്. പലരും ഉണ്ട്. ഈ കണ്ടെയ്നറിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാക്ക് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം ട്രാക്കത്തോൾ ധാരാളം കമ്പനികളുടെ പേരുകൾ, നമ്മുടെ ഒരു മലയാളി കമ്പനി പോലും ഉണ്ട്. അങ്ങനെയുള്ള പല കമ്പനികൾ, അവരുടെ ഓപ്പറേറ്റിംഗ് ഏജന്റ്. ഇങ്ങനെ തുറമുഖത്തിന്റെ കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസിന്റെ രജിസ്ട്രേഷൻ AVPPL ആരംഭിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ദ നെസസറി, ഇത് സർക്കാരിന്റെ ഡാഷ്ബോർഡാണ്. ഇഷ്യൂ ഓഫ് ദ നെസസറി പബ്ലിക് നോട്ടീസ് ബൈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. അതിപ്പോൾ തന്നെ ഇറങ്ങിയല്ലോ. ഒരു 5-6 ദിവസം മുമ്പ് അവരുടെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയ വിവരം ശൈലകമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഗേറ്റ് ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. തുടക്കത്തിൽ പറഞ്ഞ പോർട്ട് വകുപ്പിനെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഗവൺമെന്റ് ഡാഷ്ബോർഡിലുള്ളതാണ്. ടാങ്ക് ഫാമുകൾ ബങ്കറിംഗ് സ്ഥാപിക്കുന്നതിനായി ഫൈനലൈസേഷൻ ഓഫ് കമേഴ്ഷ്യൽ ടേംസ് ബിറ്റ്വീൻ IOCL ആൻഡ് VISL. അതിൻ്റെ ഭൗതിക പുരോഗതിയിൽ അല്പം വർധനമുണ്ടായിട്ടുണ്ട്. ബങ്കറിങ്ങിന് വേണ്ടിയുള്ള ടാങ്ക് ഫാം സ്ഥാപിക്കുന്നതിൻ്റെ സ്ഥലം കൈമാറുന്നതാണ്. ഫൈനലൈസേഷൻ ഓഫ് റൈറ്റ് ഓഫ് വേ ടേംസ് വിത്ത് AVPPL. അവർക്ക് നൽകുന്ന ആ ലാൻഡിലേക്കുള്ള അപ്രോച്ച് എങ്ങനെയാവണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതും അല്പം പുരോഗതി വന്നിട്ടുണ്ട്. ഫോർമൽ ഹാൻഡിങ് ഓവർ ഓഫ് ലാൻഡ് ടു IOCL.
ഈ 20 ഏക്കർ ഭൂമി അവർക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. വാസ്തവത്തിൽ ആദ്യമാണ് ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരു ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ ഈ ഗവൺമെന്റുമായി അടുത്ത മാധ്യമ പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പുരോഗതി നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഉണ്ട്. 650 വകുപ്പല്ല, 650 എൻട്രി ആ സൈറ്റിൽ കാണാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം അത് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഇനിയും നമുക്ക് 10 ദിവസങ്ങൾ കൂടിയുണ്ട്, നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കാം. എന്തായാലും ഗേറ്റ് തുറക്കുന്നത് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് ഒരു ദുബായിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് നൽകുന്നുണ്ട്. Recurring disruptions in West Asia are prompting multinational companies to shift inventory to India as they move away from relying on a single distribution hub in the Gulf, reshaping the regional supply chains. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോഴും അത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് ദുബായ് കേന്ദ്രീകരിച്ചിട്ടുള്ള സപ്ലൈ ചെയിനിൽ വലിയ ഡിസ്റപ്ഷൻസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ ഇന്ത്യയിൽ ബദൽ ലൊക്കേഷൻ നോക്കുകയാണ്. കേരളം മുഖ്യമന്ത്രി അടിയന്തിരമായി നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം തുടങ്ങണം എന്നാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. കുറച്ച് കാര്യങ്ങൾ കൂടി അതുമായിട്ടുണ്ട്. ദ ഷിഫ്റ്റ് വാസ് ട്രിഗേർഡ് by the recent conflict in West Asia, which temporarily disrupted trade flows through the region. ആ ഭാഗത്ത് പോയിക്കൊണ്ടിരുന്ന ട്രേഡുകൾ മുഴുവൻ ആകപ്പാടെ തകിടം മറിഞ്ഞു, ഒന്നും ഒരു ഉറപ്പുമില്ലാത്ത തരത്തിൽ എത്തിയിരിക്കുകയാണ്. And reinforced concerns among manufacturers over concentrating regional inventories at a single location. ദുബായ് പോലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലുള്ള ഒരൊറ്റ ലൊക്കേഷനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇനി ലോക മാനുഫാക്ചറേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യയൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന മാനുഫാക്ചറേഴ്സിന് അത് പറ്റില്ല എന്നവർ മനസ്സിലാക്കി. ദ കോൺഫ്ലിക്റ്റ് ഹാസ് ആക്സലറേറ്റഡ് എ ഷിഫ്റ്റ് ദാറ്റ് വാസ് ഓൾറെഡി അണ്ടർ വേ വിത്ത് കമ്പനീസ് മൂവിംഗ് അവേ ഫ്രം ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി മോഡൽസ് ടു ബിൽഡിംഗ് ബഫർ സ്റ്റോക്സ് അറ്റ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്. ഒരിടത്ത് മാത്രം പോരാ, പല ഭാഗത്തും വരണം. അതിലൊരു ഭാഗമായിട്ട് TRV നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ സാഹചര്യവുമാണ് 18-ാം തീയതിയോടുകൂടി രൂപപ്പെടുന്നത്. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും അഭ്യർത്ഥനയും. ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പെൻഡിങ് ഓൺ എ സിംഗിൾ റീജിയണൽ ഹബ്, ബിസിനസ് നൗ വാണ്ട് എ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സെന്റർ സപ്പോർട്ടഡ് ബൈ 1 or 2 സാറ്റലൈറ്റ് ഹബ്സ്. So supplies can continue even if geopolitical tensions disrupt trade routes or port operations. ദുബായ് മാത്രമല്ല, അവിടുത്തെ അവര് പകരം കാണുന്ന ഫുജറയും ഖോർഫക്കാനും സലാലയും ഒക്കെ തന്നെ ഒരു വല്ലാത്ത ഭീതിയിലാണ്. അവർ പോർട്ട് റെഡിയാണെന്ന് പറഞ്ഞാലും ഷിപ്പ് ഓപ്പറേറ്റേഴ്സ് അവർ റെഡി ആവണമെന്നില്ല. കാരണം റിസ്ക് എടുക്കാൻ അവർക്കാർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബദൽ ലൊക്കേഷൻ എന്നുള്ള നിലയ്ക്ക് TRVയുടെ സമയമാണിത്. TRVയുടെ സമയമാണ്. ആ സമയം ഉപയോഗപ്പെടുത്താൻ സർക്കാർ വേണ്ടത് ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്നലെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചിരുന്നു. MSC വാഷിംഗ്ടൺ എങ്ങനെയാണ് ഈ 15.9 15.7? ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം വാഷിംഗ്ടൺ പുറത്തിറങ്ങിയെങ്കിൽ, അൺബർത്ത് ചെയ്ത് പോയെങ്കിൽ ഒരല്പക്കാര്യം, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഒരല്പക്കാര്യം പറയാൻ ഒരു ക്യാപ്റ്റൻ സഹായിച്ചിട്ടുണ്ട്. ആ വിവരം പലരും 1-2 പേര് ഉത്തരം നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരമാണതെങ്കിലും ഒരല്പം ഇൻഫർമേഷൻ കൂടി അതിനകത്തുണ്ട്. MSC വാഷിംഗ്ടന്റെ ഇവിടുന്ന് പോകുന്ന വോയേജ് ഡ്രാഫ്റ്റ് കൂടി അറിഞ്ഞിട്ട് നമുക്ക് ആ കാര്യം സംസാരിക്കാം.